ഹലോ ഗൈസ്, ഇന്ന് റമദാൻ 3 അജ്മലിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മളങ്ങനെ സൂസിട്ട് ചൊക്കനയുടെ മണ്ണിലേക്ക് അങ്ങനെ അയാബൂസിൻ ചാട്ടാക്കി അമ്മ കയറി നമ്മൾ കോട്ടക്കുള്ള ചങ്കുവെട്ടിക്ക് അങ്ങനെ വണ്ടി അവിടെ സൈഡാക്കി അൺലോക്കാണെന്ന് ഉറപ്പുവരുത്തി ബാഗും തൂക്കി നമ്മളങ്ങനെ KSRTC അങ്ങനെ കോട്ടക്കലിൽ നിന്നും കൊടകരയിലേക്ക് 200 റുപ്യം കൊടുത്ത് 126 റുപ്യന്റെ ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ബാക്കി കിട്ടിയത് 7 അങ്ങനെ വട്ടപ്പാറ വളവും കടന്ന് വളാഞ്ചേരിയുടെ ബ്ലോക്ക് മാറി കടന്ന് നമ്മളങ്ങനെ നേരെ കുറ്റിപ്പുറം പാലത്തിന്റെ മേൽക്കൂടി ആനപ്പുറത്തും കയറി കാലും നീട്ടിച്ച് പാപ്പാന്റെ കൂടെ പച്ചപ്പും തേടി ശക്തൻ തമ്പുരാന്റെ മണ്ണായ തൃശ്ശൂരിലേക്ക് അങ്ങനെ അവിടെ നിന്നും കൊള്ളക്കാർ മാത്രം വിഹരിക്കുന്ന പാലിയക്കര ടോളിലൂടെ കാൽമ കാലും കയറ്റിച്ച് ഞാൻ അങ്ങനെ അതും മറികടന്നു. അപ്പോഴാണ് ധ്യാനായിട്ട് നമ്മളോട് ആ കാര്യം പറഞ്ഞത്, ഏത് തള്ളും താങ്ങും. അപ്പോഴാണ് തള്ള ഒഴിവില്ലാത്തോലെ കെട്ടിവലിച്ചു കൊണ്ടുകൊണ്ടുണ്ട്. എന്നാ അങ്ങനെ അവിടെ ഇറങ്ങിയിരിക്കുമ്പോൾ 4:47 കൂടി നമ്മൾ കൊടകരെത്തി. അങ്ങനെ കൊടകര കാര്യാലയത്തിന്റെ മുന്നിൽ നിന്ന് വെള്ളിക്കുളങ്ങരക്കുള്ള ബസ് ചാടിക്കേരി 20 റുപ്യക്ക് ടിക്കറ്റ് കൊടുത്ത് ഞാൻ അങ്ങനെ നേരെ വെള്ളിക്കുളങ്ങര അങ്ങാടി ബസ്. അപ്പോഴാണ് ഇനിയും കാത്തുനിന്ന് ചതിലൊടിച്ച് അജ്മലിനെ ഞാൻ കണ്ടത്. അങ്ങനെ അവിടെ കണ്ട പള്ളിക്കലും കയറി വിശാലമായ അസംസ്കാരത്തിന് ശേഷം ആന, പുലി, കടുവ, സിംഹം എന്നിവ ഇരിക്കുന്ന കാട്ടിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ അഗാധമായ ഘോര വനവും മറികടന്ന് ഞങ്ങൾ അങ്ങനെ ചൊക്കനയുടെ പള്ളിയിലേക്ക് മെയിൻ ഷെഫായ ലത്യാക്കാക്ക് കൈയും കൊടുത്ത് കയറി ചെന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ചകൾ കാണുന്നത്. വേറൊന്നല്ല, നോമ്പ് തുറക്കും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നിറ മനസ്സോടുകൂടി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്നവരെയും കുട്ടികളെയുമാണ്. അങ്ങനെ പ്ലേറ്റിൽ ബത്തക്കായി, ഈത്തപ്പായായി, നാരങ്ങളായി. അങ്ങനെ കാത്തിരിപ്പിന് വിരാമിട്ട് ഉസ്താവ് ബാങ്കും കൊടുത്തു. അപ്പൊ പിന്നെ തേനൂർ, ഈത്തപ്പയം, മധുരമൂരും, നാരങ്ങവെള്ളം, ചുവച്ചു എന്ന വത്തക്കയുമായുള്ള വിഭവസമൃദ്ധമായ ഒരു നോമ്പ് തുറക്കും. അപ്പൊ പിന്നെ നോമ്പറന്ന പാത്രം കേകിച്ച് കിട്ടിയെടുത്ത് കൊണ്ടുവച്ച് നേരെ പള്ളിയേക്ക് ഊതൂർത്ത് പള്ളിക്കലും കയറി മരിപുസ്കാരത്തിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അങ്ങനെ നേരത്തെ കൈകി വെച്ച പാത്രത്തിനരികിൽ ഞാൻ ഇരിക്കുമ്പോൾ സലാഡായി തൃശ്ശൂരിന്റെ തനത് ശൈലിയിൽ പാചകം ചെയ്ത് തയ്യാറാക്കിയ മധുഹൂറും ബീഫ് ബിരിയാണിയുമായി. അങ്ങനെ പൂ പോലത്തെ ബീഫും പഞ്ഞു പോലത്തെ റൈസും അതിലേക്ക് ഇത്തിരി സലാഡും വെച്ച് ഒരു ഉരുള കൂട്ടിപ്പൊടിച്ച് തൊള്ളിക്ക് വെച്ചപ്പോഴുണ്ടല്ലോ വായിലുള്ള സ്വാദ് മുകളങ്ങളൊക്കെ നീച്ചെന്ന് സല്യൂട്ട് അടിച്ചു. നിങ്ങളോട് പറയാനെങ്ങന്മാരെ, ഈ അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയുള്ള ബീഫ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല. വയറും മനസ്സും നിറഞ്ഞ് ഞാൻ കൃതാപ്തനായി. അങ്ങനെ മധുഹൂറും ബീഫ് ബിരിയാണി മതിമറന്ന് തിന്നുന്ന കൂട്ടത്തിൽ എടുത്തുള്ള അജ്മലിന്റെ പാത്രത്തിൽ നിന്ന് ഒരു ബീഫിന്റെ കഷ്ണം എടുത്തേ ഓർമ്മയുള്ളൂ. അങ്ങനെ അവസാനത്തെ ഉരുളയും വാരിയെടുത്ത് കഴിച്ച പാത്രം കൈകി വട്ടപാത്രത്തിലും വെച്ച് നിറവയറുമായി നോമ്പ് തുറ സദസ്സിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് അജ്മൽ വീണ്ടും എന്നോട് ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ ഉസ്താദിന്റെ സ്നേഹ സമ്മാനമായ തരിക്കഞ്ഞിയിൽ നിന്ന് ഒരു ഗ്ലാസ് എനിക്കും കിട്ടി. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്ന ചങ്ങന്മാർ, എത്ര സ്വാദിഷ്ടമായ തരിക്കഞ്ഞി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ കുടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ട് സ്വാദിഷ്ടമായ ഒരു വിഭവസമൃദ്ധമായ നോമ്പ് തുറക്ക് ശേഷം ഞാൻ നാട്ടിക്ക് പോരാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ പോരുന്ന വൈവക്കിലാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അങ്ങനെ ഘോരവനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ മാനിനെയും മ്ലാവിനെയും കണ്ട് ചാലക്കുടിയുടെ മണ്ണിൽ നിന്നും KSRTCയും കയറി കോട്ടക്കലിന്റെ മണ്ണിലേക്ക്. സമയം 4 മണി ആയതുകൊണ്ട് തന്നെ കോട്ടക്കുള്ള കാരവൻസ് കയറി അത്തായത്തിനുള്ള അൽഫാമും പൊറാട്ടയാണ് ഔത്താക്കി. ഏമ്പക്കം വിട്ട് ബൈക്കിന്റെ അടുത്ത് വന്നപ്പോൾ ബൈക്കിന് മാഞ്ഞാളം. അങ്ങനെ മുഖ്യം മുരളിയും വണ്ടി സ്റ്റാർട്ടായി പെരീക്ക് പോകുമ്പോണ്ട് ചാറ്റൽ മഴ. അപ്പൊ പിന്നെ മയം കൊണ്ട് പെരീക്ക്. ഇനി അടുത്ത നോമ്പർപ്പിച്ചല്ലേ കാണാം. ഓക്കെ, ബൈ ബൈ.